ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SSC MTS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എക്സാം ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കവർ ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നതിന് ഒരു വീഡിയോ ആണ്. അതിനു മുൻപ് തന്നെ നിങ്ങൾ SSC MTSന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65 ദിവസത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Day 1, Day 2, Day 3 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ Day 1, Day 2 എന്നുള്ളത് നിങ്ങൾക്ക് ടൈം കൂടുതലുണ്ട് എങ്കിൽ 2 ഡേ ഒരുമിച്ച് 1 ഡേ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ MTSനെ കുറിച്ച് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്കാ മലയാളം ക്ലാസ്സുകളാണ്. അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ അപ്ലൈ ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ കോഴ്സ് ലിങ്ക് ഡയറക്റ്റ് ഞങ്ങൾ കൊടുത്തിരിക്കാം. അതിൽ പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് MTS മിഷൻ നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ആദ്യത്തെ 1 മുതൽ 40 ദിവസം എന്ത് ചെയ്യണം, 41 തൊട്ട് 60ാമത്തെ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, പിന്നെ വീക്കെൻഡ്സിന്റെ പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സക്സസ് ദെൻ ലാസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു കീ കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് MTS എന്ന് പറയുന്ന നിങ്ങളുടെ മിഷൻ എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം, അൺലോക്ക് യുവർ ഡ്രീം ജോബ്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം, ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നമ്മളുടെ ജോബ് ആവട്ടെ, കരിയർ ആവട്ടെ, നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സെൻട്രൽ സെക്ടർ എംപ്ലോയി ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ ജീവിത രീതി, ആളുകൾ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ എന്ത് ചെയ്യാണ്, വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് പഠിച്ചെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ചലഞ്ചസ് എല്ലാം തകർത്ത് മാറ്റിക്കൊണ്ട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ചുകൊണ്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമാണ്. ഇനി അതില് നിങ്ങൾക്കറിയാം, ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം സിലബസ് ആണ്. ഡീപ്പായിട്ട് നമുക്ക് അറിയേണ്ട എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് നിങ്ങൾക്കറിയാം എന്താണ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ ഒരു ഭാഗമുണ്ട്. അതുപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഇത് 2 ഫേസിലായിട്ടാണ് നടക്കുന്നതെന്ന് അറിയാം. ഫസ്റ്റ് ഫേസിൽ ജസ്റ്റ് നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടിയാൽ മതി. അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് വളരെ ബേസ് ആൻഡ് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ചെയ്ത് ഒന്ന് പാസ്സായി പാസ് മാർക്ക് കിട്ടിയാൽ മതി. സെക്കൻഡ് ആണ് നമുക്ക് ഗ്രാമർ, വൊക്കാബുലറി ഒക്കെ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അറിയാം, ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് ആണ് സിലബസ് നെക്സ്റ്റ് വരുന്നത്, അല്ലെ. ഇനി അതുപോലെ സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് 1-ാം തീയതി മുതൽ 40ാമത്തെ ദിവസം വരെ. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇന്നാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, സഡൻ ആക്ഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ആദ്യത്തെ 40 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ, കൂടുതലായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഒരു 3 അവറാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 1.5 മണിക്കൂർ രാവിലെ, 1.5 മണിക്കൂർ വൈകിട്ട് കിട്ടുകയാണെങ്കിൽ 3 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. അവിടെ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് റീസണിങ് റെവലേഷൻ എന്ന് പറയുന്നതാണ്. അതായത് അനലോഗീസ്, പസിൽസ്, സിരീസ്, കോഡിങ്, ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, മെയിനായിട്ട് റീസണിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക. സെക്കൻഡ് അരിത്തമാറ്റിക്, ഓൾജിബ്ര, അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള മാത്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിന് ഏറ്റവും ഷോർട്ട് കട്ട്സും ഫോർമുലാസ് ഒക്കെ കുറച്ച് ഷോർട്ട് കട്ട്സിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി 3-ാമത്തെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സുമാണ്. അതിൽ തന്നെ ഇംഗ്ലീഷിലെ ഗ്രാമർ, വൊക്കാബുലറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനറൽ അവയർനെസ്സിൽ, കറണ്ട് അഫയേഴ്സിൽ പ്രധാനമായിട്ടും റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന 3 മാസം മുൻപ് വരെയുള്ള റീസെന്റ് ആയിട്ടുള്ള എന്തെല്ലാം നിങ്ങൾക്ക് നോക്കാം, ന്യൂസ്, ഇവന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ മെയിനായിട്ട് നോക്കേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞു, അനലോഗി, ക്ലാസിഫിക്കേഷൻ, സീരീസ്. പിന്നെ നെക്സ്റ്റ് കോഡ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ
കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ് കോഡിംഗ് ഡീകോഡിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ കോഡുകൾ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഫോർമുലാസ് യൂസ് ചെയ്യാതെ ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട്. അതെന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പസിൽസ്, ബ്ലഡ് റിലേഷൻസ്, ഈ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റാങ്ക് ഫയൽ എടുത്ത് വെച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. മാത്സ് എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞല്ലോ നമ്പർ സിസ്റ്റം, പേഴ്സൻറ്റേജ്, റേഷ്യോസ്, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ. ഷുവർ ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ആൾജിബ്ര, ജോമെട്രിക്, ഇതിനകത്തൊക്കെ ലാസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആദ്യത്തെ ദിവസങ്ങൾ, ആദ്യത്തെ 1 മുതൽ 41 ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയും ഏരിയാസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് GKയും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിൽ ഇംഗ്ലീഷും കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഗ്രാമറിനകത്ത് ടെൻസസ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ തുടങ്ങിയ ഏരിയയിലൊക്കെ ഫൗണ്ടേഷൻ സെറ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ 41 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. വൊക്കാബുലറിയിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പേഴ്സ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ സിവിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ഏരിയാസിനും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ലാസ്റ്റ് 1 അവർ, ഈ 1 അവർ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടത് ഇംഗ്ലീഷിനും GKയും കൂടെ കൂടിയിട്ടാണ് പറയുന്നത്. കാര്യം നമുക്ക് ഫസ്റ്റ് ഏരിയയിൽ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് പാസ് മാർക്ക് മതി. സെക്കൻഡ് ആണ് നെഗറ്റീവ് മാർക്ക് അവിടെ വരുന്നുണ്ട്. ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്കവിടെ പഠിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 41 മുതൽ 60ാമത്തെ ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ആൻഡ് പെർഫെക്ഷൻ ഡേയ്സ് ആണ്. ഇനി നിങ്ങൾക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ എന്തില്ല, ടൈമില്ല. യു ഹാവ് ടു പ്രാക്ടീസ്, യു ജസ്റ്റ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് യുവർ സെൽഫ്. അപ്പോൾ ഇവിടെ മിക്സഡ് ആയിട്ടുള്ള പ്രാക്ടീസ് അവറാണ് വേണ്ടത്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിനായിട്ടും വർക്കൗട്ട്, അതായത് ടൈം അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഏരിയ ആണ്, നമ്മൾ പഠിച്ചതിന് ശേഷം കൂടുതലായിട്ട് ആളുകൾക്ക് പ്രഷർ അല്ലെ, എന്താണ്, കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക, കാമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്കേ അറിയൂ, എൻ്റെ വീക്ക്നെസ് എന്താണെന്ന്, അല്ലെങ്കിൽ എൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ. അത് വേറൊരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറയാണ്, ഈ പറയുന്ന നമ്മളുടെ റിവിഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ 40 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷന് വേണ്ടി വെക്കണം. അപ്പോൾ അത്രയും നാളെ നിങ്ങൾ പഠിച്ചതിൻ്റെ റിവിഷൻസ്, MCQസിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും. മാക്സിമം അതെന്ത് ചെയ്യുക, റീവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇനി പ്രാക്ടീസ് ഏരിയ ഞാൻ പറഞ്ഞു, ഓൾറെഡി MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എറേഴ്സ് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ വിടുകയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, റിഫൈൻ എക്സാം സ്ട്രാറ്റജി. നമ്മളൊരു 5 വർഷത്തെ അല്ലെങ്കിൽ MTSന് തന്നെ പല ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ, അതിലെവിടെയാണ് മിസ്റ്റേക്ക്, നമുക്ക് ആ ടോപ്പിക്ക് അറിയില്ലാത്തതാണോ, ഇനി പഠിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ ആ ഒരു പോയിന്റ് ഇല്ലാത്തതാണോ, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുക. ലാസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ കോൺഫിഡൻസ്. അതില്ലാതെ ഒരു കാര്യം മക്കളെ നടക്കില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, നമ്മളിൽ വിശ്വസിക്കുക. നമ്മളെ ഏറ്റവും നന്നായിട്ട് ഈ ലോകത്ത് മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് ഇഷ്ടമല്ലാത്തെന്നുള്ളത് നമുക്കല്ലേ അറിയത്തുള്ളൂ അല്ലെ. എല്ലാവർക്കും നമ്മളുടെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷമം ഒരാളോട് പറയുമ്പം, വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമാണ്, കേൾക്കുന്ന ആൾക്ക് എന്താണ്, അത് ഒരു കഥ മാത്രമായിരിക്കും അല്ലേ. ആ വിഷമത്തിൽ അല്ലെങ്കിൽ കടന്നുപോയ സാഹചര്യം എന്താണ്, ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്നത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം നമ്മളൊരു വിശ്വസിക്കുക, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ ആഴ്ചകളിൽ വീക്കെൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ വീക്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തവും
മോക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ആ ടോപ്പിക്കിന്റെ MCQs ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവാലുവേറ്റ് യുവർ പെർഫോമൻസ്. നിങ്ങളുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്വയം പെർഫോമൻസ് അനാലിസിസ് ചെയ്യുക. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളുടെ SCC MTSന്റെ ക്രാഷ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്, നിങ്ങൾ സ്വയം തന്നെ ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് MTS ബാച്ചിലേക്ക് നിങ്ങൾക്ക് പോരാം. നമ്മൾ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ പ്രാക്ടീസ് തുടങ്ങിയ ഒട്ടനവധം ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.